കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞതിന് ശേഷം പ്രൊഫഷണൽ മേഖലയിലോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്കുള്ള വീഡിയോ ആണത്. ഒന്നാമത്തെ പാർട്ട് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ CA, CMA, ACCA, കമ്പനി സെക്രട്ടറി പോലുള്ള കോഴ്സസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BBA, BCom, BCA എന്ന് പറയുന്ന പ്രോഗ്രാമുകളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ BBA, BCom എന്ന് പറയുന്ന ഡിഗ്രി നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് കുട്ടികൾ കോളേജുകളിൽ പോയിട്ട് പഠിച്ചിറങ്ങുന്നുണ്ട്. ഒരു കാര്യമില്ലാത്ത കോഴ്സാണ് ബേസിക്കലി BBA ഓർ BCom എന്ന് പറയുന്നത്. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ പഠിച്ചിട്ട് കാര്യമില്ലാത്ത കോഴ്സാണ് BBA ഓർ BCom എന്ന് പറയുന്നത്. അത് ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്നല്ലാതെ അതുകൊണ്ട് നമുക്ക് ഒരു ഉപയോഗം ഉണ്ടാവില്ല. BBA ഓർ BComന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ സെയിം കോഴ്സ് നമുക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ബിസിനസ് സ്കൂളുകളിലോ അല്ലെങ്കിൽ കൊമേഴ്സ് സ്കൂളുകളിലോ പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചിറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടും. ഞാൻ പറഞ്ഞു വരുന്ന പോയിട്ട് ഇതുപോലത്തെ കോഴ്സുകൾ പഠിക്കേണ്ട സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ പഠിക്കേണ്ട കോളേജിൽ നിന്നും പഠിക്കേണ്ട രീതിയിൽ പഠിച്ചിറങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് ജോലി കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് BCA, ഇപ്പോൾ എല്ലാ കുട്ടികളും പറയാറുണ്ട് BTech കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാലല്ലേ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്ന്. BTech കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിറങ്ങുന്നതിലേറെ ഓപ്പർച്യൂണിറ്റീസ് BCA പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഉണ്ട്. ഇപ്പൊ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ചില ഡീംഡ് യൂണിവേഴ്സിറ്റികളിലൊക്കെ BCA പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വരെ അത്യാവശ്യം നല്ല ആനുവൽ പാക്കേജിലാണ് പ്ലേസ്മെന്റ് പോകുന്നത്. അതേപോലെ തന്നെയാണ് BBA, BCom. ഇപ്പൊ ഇന്റഗ്രേറ്റഡ് BBA, MBA പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ IIM പോലുള്ള സ്ഥാപനങ്ങളിൽ. അപ്പോൾ അതിന്റെ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് +2 കഴിഞ്ഞതിന് ശേഷം ഇന്റഗ്രേറ്റഡ് BBA, MBA പ്രോഗ്രാമുകളൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് കിട്ടുന്ന പ്ലേസ്മെന്റ് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. മാനേജ്മെന്റ് ഏരിയയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കോളേജിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റില്ല. അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ BBA എന്ന് പറയുമ്പോൾ ബേസിക്കലി ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. ബിസിനസിനെ കുറിച്ചിട്ടാണ് മെയിൻലി പഠിക്കുന്നത്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, എങ്ങനെയാണ് ഒരു ബിസിനസ് ചെയ്യേണ്ടത്, ഒരു കമ്പനിയിൽ എങ്ങനെയാണ് എന്തൊക്കെ രീതികളൊക്കെയാണ് ഉള്ളത്, അതെങ്ങനെ ഫോളോ ചെയ്യണം, എന്താണ് ഇതിലെ എത്തിക്സ് എന്തൊക്കെയാണ്, അതുപോലത്തെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട A to Z എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന കോഴ്സാണ് BBA എന്ന് പറയുന്നത്. ഇത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഇതിന്റെ കൂടെ ഇപ്പോൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ നോക്കുമ്പോൾ BBAയുടെ കൂടെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, BBA വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, BBA വിത്ത് ഏവിയേഷൻ, എയർപോർട്ട് മാനേജ്മെന്റ്, BBA വിത്ത് പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ്, ഷിപ്പ് മാനേജ്മെന്റ്, ഷിപ്പിംഗ് മാനേജ്മെന്റ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സെയിൽസ്, ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് പോലുള്ള വിവിധ ആഡ് ഓൺ പ്രോഗ്രാമുകളും കൂടി അല്ലെങ്കിൽ വിവിധ സ്പെഷ്യലൈസേഷൻസും കൂടി നമുക്ക് BBAയുടെ കൂടെ ചെയ്യണം. അതും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് അതൊരു സ്കിൽ ബേസ്ഡാ. ബിസിനസ് എന്നൊക്കെ പറയുന്നത് സ്കിൽ ബേസ്ഡാ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലുള്ള സ്കില്ലും കൂടി അതിൻ്റെ കൂടെ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് നമുക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് തന്നെയാണ് BBA എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം IIM അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പല പ്ലേസ്മെന്റ് പോകുന്ന NIRF റാങ്കിങ് ഒക്കെ നോക്കിയിട്ട് പ്ലേസ്മെന്റ് പോകുന്ന ഏറ്റവും ടോപ്പ് മാനേജ്മെന്റ് സ്കൂളുകളിൽ നിന്നും MBAയും കൂടി പഠിച്ചിറങ്ങാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ് കിട്ടുന്ന പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ് BBA എന്ന് പറയുന്നത്. ആഫ്റ്റർ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഏതോ ഒരു കോളേജിൽ BBA, BCom അല്ലെങ്കിൽ BCA, നമ്മുടെ നാട്ടിൽ ഒരുപാട് കോളേജുകളിൽ BCA ഉണ്ട്, പഠിച്ചിട്ട് ഒരു കാര്യമില്ല, പ്ലേസ്മെന്റ് കിട്ടൂല. ഇതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ BBA പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, ക്രിസ്തു ജയന്തി, അലയൻസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോ അതല്ലെന്നുണ്ടെങ്കിൽ NIRF റാങ്കിങ്ങിലെ ഏറ്റവും ടോപ്പ് റാങ്കിങ് വരുന്ന മാനേജ്മെന്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മാനേജ്മെന്റ് കോളേജുകളിലോ പഠിച്ചിറങ്ങണം. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു പ്രോഗ്രാമാണ് BCom എന്ന് പറയുന്നത്. ബാച്ചുലർ ഓഫ് കൊമേഴ്സ് എന്ന് പറയും. +2 കൊമേഴ്സ് കഴിഞ്ഞതിന് ശേഷം കൊമേഴ്സ് മേഖലയിൽ അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി ചെയ്യുന്ന മേഖലയാണ് BCom എന്ന് പറയുന്നത്. അതായത് ബാച്ചുലർ ഓഫ് കൊമേഴ്സ് എന്ന് പറയും. 3 years ഡ്യൂറേഷൻ തന്നെയാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആയിരക്കണക്കിന് കുട്ടികൾ, 10,000കണക്കിന് കുട്ടികളാണ് BComഉം BBAയും നമ്മുടെ നാട്ടിൽ ഓരോ വർഷം പഠിച്ചിറങ്ങുന്നത്. അതിലൊരു കാര്യമില്ല. BCom പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കുന്ന സ്ഥാപനം നമ്മളെ എത്രത്തോളം അക്കാഡമിക്കലി മാത്രമല്ല പ്രാക്ടിക്കലി അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഓറിയന്റഡ് ആക്കിയിട്ട് നമ്മൾ എത്രത്തോളം ഡെവലപ്പ് ചെയ്യും, അതുപോലത്തെ സ്ഥാപനങ്ങളിൽ നമ്മൾ BCom, BBA പോലുള്ള പ്രോഗ്രാമുകൾ പഠിക്കണം. അപ്പോൾ കൊമേഴ്സിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് കൊമേഴ്സിന്റെ കൂടെ ഒരുപാട് ആഡ് ഓൺ പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ടാക്സേഷൻ, ബ്രാൻഡിങ് ആൻഡ് എന്റർപ്രണർഷിപ്പ് പോലുള്ള
ഒരുപാട് വൈഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ബികോമിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു പ്രോഗ്രാമുകളാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നത്, ഏവിയേഷൻ മാനേജ്മെൻറ്റ്, എയർപോർട്ടിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്, അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബികോമിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. ഇതുപോലത്തെ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബികോമിൻ്റെ കൂടെ തന്നെ ACCA CMA പോലുള്ള അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സസും കൂടി ആഡ് ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലത്തെ നല്ല കോളേജസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഇതുപോലെ പ്ലേസ്മെന്റ് ഓറിയന്റേഷനോട് കൂടി പഠിപ്പിക്കുന്ന പ്രൊഫഷണൽ കോളേജസിൽ BBA BCom പോലുള്ള കോഴ്സസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും രക്ഷപ്പെടാൻ പറ്റും. അതല്ലാതെ BBA BCom ഇവിടെ നമ്മുടെ നാട്ടിൽ MBA പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് പോലും ജോലിയില്ല. പക്ഷെ MBA IIM-ലോ അതുപോലത്തെ ഏറ്റവും ടോപ്പ് പ്രീമിയം കോളേജസിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ജോലി ഇല്ലാതെ നിൽക്കുന്നുമില്ല. അത് മനസ്സിലാക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ആൾക്കാർ മാനേജ്മെന്റ് ഏരിയയിലുള്ള ആൾക്കാർ തന്നെയാണ്. ഇതുപോലെ വരുന്ന മറ്റൊരു പ്രോഗ്രാമാണ്, ഇപ്പോൾ BBA-നെ കുറിച്ച് പറഞ്ഞു, BCom-നെ കുറിച്ച് പറഞ്ഞു, ഇതുപോലെ വരുന്ന മറ്റൊരു പ്രോഗ്രാമാണ് BCA എന്ന് പറയും, ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയും. ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റികളിൽ +2 കൊമേഴ്സ് ഓർ ഹ്യൂമാനിറ്റീസിന്റെ കൂടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾ പഠിച്ച കുട്ടികൾക്ക് ചില യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് BCA-യുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2-ൽ നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ ഇൻഫോർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കോഴ്സ് പഠിച്ചിറങ്ങിയ കുട്ടികൾക്കാണ് ചില കോളേജുകളിൽ ഇതിൻ്റെ എലിജിബിലിറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ BCA എല്ലാ കൊമേഴ്സ് കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം അല്ല BCA എന്ന് പറയുന്നത്. എന്നാൽ ചില ഡീംഡ് യൂണിവേഴ്സിറ്റീസിലും അല്ലെങ്കിൽ ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലൊക്കെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ എനി സ്ട്രീം പഠിച്ച കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് BCA എന്ന് പറയുന്നത്. BCA-ന്റെ കൂടെ തന്നെ ഒരുപാട് ആഡ് ഓൺ പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. BCA എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സ്പെഷ്യലി കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ കുട്ടികൾക്ക് അത്യാവശ്യം ടഫായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഇത് കുറച്ചും കൂടി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് വരുന്നത്. BTech കമ്പ്യൂട്ടർ സയൻസിന്റെയും അതുപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസിന്റെയും രണ്ടിന്റെയും സിലബസിന്റെ ഒരു മിക്സ് ആണ് BCA-ൽ വരുന്നത്. അത് ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് BCA-ൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ BCA എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ട രീതിയിലുള്ള കോളേജസിൽ പ്ലേസ്മെന്റ് ഓറിയന്റേഷനോട് കൂടി പഠിക്കാൻ പറ്റുന്ന കോളേജസിൽ പഠിക്കുക, യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുക. എങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്ലേസ്മെന്റോട് കൂടി രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ BCA-യുടെ കൂടെയും ഒത്തിരി ആഡ് ഓൺ പ്രോഗ്രാമുകളുണ്ട്. ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ കൂടെ നമുക്ക് ഇപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, 3D പ്രിന്റിംഗ് ടെക്നോളജി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് പോലുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ, IT-യുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ ആഡ് ഓൺ ആയിട്ട് നമുക്ക് BCA-യുടെ കൂടെ തന്നെ പഠിക്കാൻ പറ്റും. ഇതൊന്നും സെപ്പറേറ്റ് പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുപോലെ നോർമൽ ഒരു കുട്ടി BCA പഠിച്ചിറങ്ങുന്നതും BCA-യുടെ കൂടെ ഏതെങ്കിലും മേഖലയിൽ ഒരു സ്കിൽഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റോട് കൂടി പഠിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ ആഡ് ഓണോട് കൂടി പഠിച്ചിറങ്ങുന്ന കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കില്ലും പൊട്ടൻഷ്യലും മേ ബി ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ ഉണ്ടാവുക ആഡ് ഓൺ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് തന്നെ കമ്പയറിംഗ് ടു നോർമൽ ഡിഗ്രി പഠിച്ചിറങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ BBA BCom BCA എന്ന് പറയുന്നത് പഠിക്കേണ്ട സ്ഥലത്ത് പഠിക്കേണ്ട രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടും. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതും 100% പ്ലേസ്മെന്റ് ആക്കി മാറ്റാൻ പറ്റുന്ന പ്രൊഫഷണൽ കോഴ്സസ് ആണ് BBA BCom BCA എന്ന് പറയുന്നത്. ഇനി +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രൊഫഷണൽ കോഴ്സസുമായിട്ട് നമ്മുടെ പാർട്ട് 3 വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ആഫ്റ്റർ +2 നിങ്ങൾക്ക് കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും എൻട്രൻസ് ന്യൂസുകളും കോളേജ് അഡ്മിഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അഡ്മിഷൻ ഗൈഡൻസിന് വേണ്ടി ഇപ്പോൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, ക്രിസ്തു ജയന്തി പോലുള്ള പ്രീമിയം യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ ഗൈഡൻസിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഞങ്ങളായിട്ട് ഫ്രീ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് നമ്പറും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ചാനലിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം.